ഒരിക്കലൊരു കാട്ടിൽ പുലികളുടെ സമൂഹ വിവാഹം നടക്കുകയായിരുന്നു. അപ്പോൾ കേക്ക് മുറിക്കലും പരിപാടിയെല്ലാം മനോഹരമായിട്ട് നടക്കുന്നു. ഒത്തിരി പുലികളുടെ ഫാമിലികൾ ഇങ്ങനെ നിൽക്കുകയാണ്, ക്യാമറക്ക് പോസ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോഴാണ് ഗ്രൗണ്ടിൽ ഒരു കൂട്ടം എലികൾ വന്ന് ഡാൻസ് കളിക്കുന്നു. പുലികൾക്കാകെ ആശയക്കുഴപ്പം. ഇവിടെ പുലികളുടെ കല്യാണത്തിന് എന്തിനാണ് എലികൾ ഡാൻസ് കളിക്കുന്നത്? ഉടനെ എലികളോട് ചെന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പുലികളായ ഞങ്ങളുടെ കല്യാണത്തിന് എലികളായ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത്? അപ്പോൾ എലികൾ പറഞ്ഞു, എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും? കല്യാണം കഴിക്കുന്നത് വരെ ഞങ്ങളും പുലികളായിരുന്നു, പിന്നെയാണ് ഞങ്ങൾ എലികളായി മാറിയത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അനന്തരം യഹോവയാം ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ദൈവം നമുക്ക് തരുന്ന തുണകൾ നമ്മെ പക്വതയുള്ളവരാക്കി മാറ്റാൻ ദൈവം തന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കും. പക്ഷേ നമ്മെ പക്വതയുള്ളവരും താഴ്മയുള്ളവരും വിനയമുള്ളവരും ഒക്കെ ആക്കി മാറ്റാനാണ്. നമ്മുടെ അഹങ്കാരം എടുത്തു കളയാനായിരിക്കും. ചിലപ്പോൾ ഭയങ്കര ദേഷ്യ സ്വഭാവമായിരിക്കും. കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ദേഷ്യം തന്നെ പോയിക്കോളും, ക്ഷമ ഉണ്ടായിക്കോളും, സഹിഷ്ണുത ഉണ്ടായിക്കോളും. നമ്മിലുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടായി വരുവാൻ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരെ, വ്യത്യസ്ത ശരീരഘടനയുള്ളവരെ ദൈവം ഒന്നിച്ചാക്കി. അതുകൊണ്ട് കുടുംബജീവിതം നന്മയാണ്. വിവാഹമോചനം അരുത്. ഒരുമിച്ച് പാർക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധി വരുമ്പോൾ ഒരുമിപ്പിച്ച യേശു കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.